ചെറുവാരണം പുത്തനമ്പലം ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനെത്തിയത് ആയിരങ്ങൾ. കരപ്പുറത്തിന്റെ പഴനിമല എന്നറിയപ്പെടുന്ന ചെറുവാരണം പുത്തനമ്പലം ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനെത്തിയത് ആയിരങ്ങൾ. ബലിതർപ്പണത്തിന് എത്തിയവർക്ക് പ്രത്യേക ക്രമീകരണങ്ങളാണ് ദേവസ്വം ക്രമീകരിച്ചിരുന്നത്. ബലിതർപ്പണം നടത്തുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ചെറുവാരണം ശ്രീനാരായണപുരം ക്ഷേത്രം പുത്തനമ്പലം. ഇന്ന് കർക്കിടകവാവ് ബലി തർപ്പണം നടത്തുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ഭക്തന്മാരാണ് പുത്തനമ്പലത്തിൽ എത്തിച്ചേർന്നത്. രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ ബലിതർപ്പണം ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി ശ്രീ പി ഡി പ്രകാശദേവൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടത്തപ്പെടുന്നത്. ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് വന്ന് ബലിതർപ്പണം നടത്തി തിരിച്ചു പോകുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ നമസ്കാരം, കൂട്ടനമസ്കാരം, വിഷ്ണുപൂജ തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനുള്ള പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായി ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി ഏകദേശം 10 കൗണ്ടറുകളാണ് ദേവസ്വം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളും എല്ലാം KSRTCയുമായി ബന്ധപ്പെട്ട് ദേവസ്വം നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ വരുന്ന ആഗസ്റ്റ് മാസം 18-ാം തീയതി ദേവസ്വം കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ചേർത്തല റോട്ടറി ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് പുത്തനമ്പലം സ്കൂളിൽ വെച്ച് ദേവസ്വം കമ്മിറ്റി നടത്തപ്പെടുന്നുണ്ട്. BPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെയും ഐ ഫൗണ്ടേഷൻ്റെയും നേതൃത്വത്തിലാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. ഈ പരിപാടിയിൽ ആകെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ദേവസ്വം കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു.